എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഫിനാൻസ് മിനിസ്റ്റർ 2024-25 ഒരു ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചല്ലോ. ഇതിനകത്ത് എനിക്കൊരു സംശയമുള്ളത്, എന്താണ് ഈ ഗവൺമെൻറ് ബജറ്റ്? അതുപോലെ തന്നെ ഈ ഇയറിൽ എന്തുകൊണ്ടാണ് ഒരു ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത്? തീർച്ചയായിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ സർക്കാർ ബജറ്റ് എന്നൊന്ന് നോക്കാം. ഈ സർക്കാർ ബജറ്റ് എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ അടുത്ത വർഷം, അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള റവന്യൂ എക്സ്പെൻഡിച്ചറും ഫോർകാസ്റ്റ് ചെയ്യുക, എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ബജറ്റിൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെ ഈ ബജറ്റിൻ്റെ ഒരു പോളിസിയും ഫിനാൻഷ്യൽ പോളിസിയും സ്ട്രാറ്റജിയും ഒക്കെ ഉണ്ടാവും. അതായിരിക്കും അടുത്ത വർഷത്തെ ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, എക്കണോമിയുടെ കാര്യങ്ങളിൽ ബിസിനസ്സുകൾക്ക് ഒക്കെ പ്രവർത്തിക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നു. അതുപോലെ ജനങ്ങളുടെ ഇൻഡിവിജ്വലായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾക്കുമൊക്കെ അതിന് പ്രയാസം ഉണ്ടാക്കുന്നതോ ഗുണം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകും. അപ്പം ഇപ്പം അതിൻ്റെ റവന്യൂ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ, ബേസിക്കലി ദ ഫസ്റ്റ് ഈസ് ടാക്സേഷൻസ്, ഇൻകം ടാക്സ്, അതുപോലെ മറ്റുള്ള ഇൻഡയറക്റ്റ് ടാക്സസ്, കസ്റ്റംസ് ഒക്കെ. GST വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ പോലും. അതുപോലെ തന്നെ ഗവൺമെൻറ് സർവീസസിൻ്റെ റവന്യൂസ് ഉണ്ടാവും. പിന്നെ ഈ പബ്ലിക് സെക്ടർ കമ്പനികളിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ്, പിന്നെ അതുപോലെ പബ്ലിക് സെക്ടർ കമ്പനികളുടെ ഷെയറിൻ്റെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടെ കിട്ടുന്നത്, അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ കൊടുക്കുന്ന ലോൺ, ഇൻട്രസ്റ്റ്, ഇങ്ങനെ പല റവന്യൂ സ്രോതസ്സുകളുണ്ട്. അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറിനകത്ത് റിക്കറിംഗ് ആയിട്ടുള്ള എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി, അതുപോലെ റിട്ടയർ ചെയ്തവർക്ക് കൊടുക്കുന്ന പെൻഷൻ, അതുപോലെ ലോൺ എടുത്തതിൻ്റെ ഇൻട്രസ്റ്റ്, പിന്നെ ജനങ്ങൾക്ക് കൊടുക്കുന്ന സേവനങ്ങൾക്ക് വരുന്ന ചെലവുകൾ, അതുപോലെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതാണ് ഒരു ഗവൺമെൻറ്, ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെയും അതിൻ്റെ എക്കണോമിയും ഒക്കെ ഒത്തിരി ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു എക്സ്പെൻഡിച്ചർ. നേരത്തെ ഈ റെയിൽവേ ബജറ്റ് സെപ്പറേറ്റ് ആയിട്ടായിരുന്നു അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ഇതിൻ്റെ കൂടെ യൂണിയൻ ഫിനാൻസ് ബജറ്റിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റി. ഇനിയും എന്തുകൊണ്ടാണ് ഈ പ്രാവശ്യം ഇൻ്ററിം ബജറ്റ്? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ 2024 മിഡോടുകൂടി അടുത്ത ലോക്സഭാ ഇലക്ഷൻ വരും. അപ്പം ഇനി പുതിയ ഇലക്ഷന് ശേഷം വരുന്ന പുതിയ ഗവൺമെൻറ് ആയിരിക്കും ഈ ഫൈനലായിട്ടുള്ള ഫുൾ ഫ്ലെഡ്ജ്ഡ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പം സാധാരണഗതിയിൽ ഒരു ഇൻ്ററിം ബജറ്റ്, അല്ലെങ്കിൽ ഒരു ഇടക്കാല ബജറ്റ്, അത് അടുത്ത ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത് വരെയുള്ള സമയത്തേക്കുള്ള റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു ഫോർകാസ്റ്റാണ് ചെയ്യാറുള്ളത്. കാര്യം വലിയ പോളിസി മാറ്റേഴ്സോ അല്ലെങ്കിൽ സ്ട്രാറ്റജികളോ ഒന്നും അതിനകത്ത് സാധാരണ ഉൾപ്പെടുത്താറില്ല. ഓക്കെ, 2024-25 ഇൻട്രീം ബഡ്ജറ്റിൽ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? അതിൻ്റെ സവിശേഷതകളെ പറ്റി അതിപ്പം ഞാൻ പറഞ്ഞതുപോലെ ഈ ജനങ്ങളെയോ അല്ലെങ്കിൽ എക്കണോമിയോ അല്ലെങ്കിൽ ബിസിനസ്സുകളെയോ ഒക്കെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രപ്പോസലൊന്നും ഇല്ലായിരുന്നു ഈ ഇൻ്ററിം ബജറ്റ് ആയതുകൊണ്ട്. എന്നാലും ഈ വരുന്ന ഇലക്ഷനെ ആക്ച്വലി ഈ ബജറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു സത്യമാണ്. എന്നാൽ നമുക്ക് കുറച്ച് ഹൈലൈറ്റ്സ് ഉണ്ട്, അത് നോക്കാം. പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ പല ആൾക്കാരും ഈ ഇലക്ഷൻ ആയതുകൊണ്ട് ഈ ടാക്സ് കുറയ്ക്കുമായിരിക്കും എന്ന് വിചാരിച്ചു. അവരെ സംബന്ധിച്ചോളം ഒരു സെറ്റ് ബാക്കാണ്. ഒരു ടാക്സും കുറച്ചിട്ടില്ല, കൂട്ടിയിട്ടുമില്ല. കൂട്ടുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല, പ്രത്യേകിച്ച് ഇലക്ഷൻ വരുന്നതുകൊണ്ട്. അപ്പം ഇൻകം ടാക്സോ ഒരു ടാക്സും ഒരു റേറ്റിലും അതേപോലെ തന്നെ നിലനിർത്തി. പിന്നെ ഒരു ഗുണം ഉണ്ടായത്, ഒരു 2009-10 വരെയുള്ള ഈ ഇൻകം ടാക്സ് ഡിമാൻഡ്സ് 25,000 വരെയുള്ളതും, അതിന് ശേഷം 2014-15 വരെയുള്ള കാലഘട്ടത്തിൽ 10,000 വരെയുള്ള ഡിമാൻഡ്സും വേണ്ടാന്ന് വെച്ചു. അതൊരു 1 crore ടാക്സ് പേയേഴ്സിന് പ്രയോജനം ഉണ്ടാകുന്നൊരു കാര്യമാണ്. പിന്നെ അതുപോലെ സ്റ്റാർട്ടപ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ സോവറിൻ വെൽത്ത്, അതുപോലെ ഈ പെൻഷൻ ഫണ്ട്സിൻ്റെ ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റിൽ
കൊടുത്തിരുന്ന ടാക്സ് ബെനിഫിറ്റ്സ് ഒരു വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. അത് 31 മാർച്ച് 2024 വരെ അത് എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സുകൾക്കുള്ള ഇതെന്ന് പറഞ്ഞാൽ ഈ ചാലിലെ അല്ലെങ്കിൽ സ്ലംസിലെ റെൻ്റ് ഇതിലൊക്കെ താമസിക്കുന്ന മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വീട് വയ്ക്കാൻ സബ്സിഡി കൊടുക്കുന്നു. പിന്നെ അതുപോലെ ഒരു 30 മില്യൺ അഫോർഡബിൾ ആയിട്ടുള്ള ഹൗസ് റൂറൽ ഏരിയാസിൽ വീടുകൾ വെക്കാനുള്ള സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു കോടി വീടുകൾക്ക് ഇലക്ട്രിസിറ്റി 300 യൂണിറ്റ് വരെ ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അതുപോലെ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് കെയറിൻ്റെ കവറേജ് ഈ അംഗൻവാടി വർക്കേഴ്സിന് കൂടെ കൊടുക്കാൻ തീരുമാനിച്ചു. ഇതൊക്കെയാണ് അങ്ങനെയുള്ള ഹൈലൈറ്റ്സ്. പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 11+ lakh crore ഉയർത്തിയത് എക്കണോമിയെ സഹായിക്കും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ കൂടെ. പിന്നെ ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് 5.8% റെസ്ട്രിക്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ 2025-26 4.5% ആക്കാനാണ് അതിൻ്റെ പാത്ത് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഒന്നാമത് മാൻഡേറ്റ് ആണ്, ഈ ഫിസിക്കൽ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ചില ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും, ചില ആൾക്കാരെ ഒപ്പോസ് ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് 50,000 crores ഉയർത്തിയിട്ടുണ്ട് അടുത്ത വർഷത്തെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ടാർഗറ്റ്. അതുപോലെ ഈ ഒരു 40,000 സാധാരണ ബോഗികൾ വന്ദേ ഭാരത് സ്റ്റാൻഡേർഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഉള്ളൊരു പ്രപ്പോസൽ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഗ്രീൻ എക്കണോമി. അതായത് 2070 കൂടി കാർബൺ നെറ്റ് സീറോ ആക്കാനുള്ള ഒരു ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് അതിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി ഈ ഗ്രീൻ എക്കണോമി അല്ലെങ്കിൽ ഇ വെഹിക്കിൾസ്, ഗ്രീൻ എനർജി, അതുപോലെ ഈ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സബ്സിഡികളും മറ്റുള്ള സ്കീംസും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വൺ മോർ തിങ്, അതായത് ഈ ഫൈനാൻഷ്യൽ ഇയറും അസസ്മെന്റ് ഇയറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്? അത് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ വർഷത്തെ ബജറ്റ് തന്നെ എടുക്കാം, 2024-25 ബജറ്റ് എടുക്കാം. ഈ 2024-25 ബജറ്റിലെ പ്രൊവിഷൻസ് അല്ലെങ്കിൽ അതിനത്തെ ഓരോ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊവിഷൻസ് എല്ലാം ബാധിക്കുന്നത് ഈ 1 April 2024 മുതൽ 31 March 2025 വരെയുള്ള ഫിനാൻഷ്യൽ ഇയറിലെ ഏണിങ്സിനെയാണ്. പക്ഷേ ഈ ഏണിങ്സ് അസസ് ചെയ്യുന്നതും ടാക്സ് ചെയ്യുന്നതും 2025-26 അപ്പോൾ 2024-25 ഫിനാൻഷ്യൽ ഇയറും 2025-26 അസസ്മെൻറ്റ് ഇയറുമാണ്. അപ്പം ചുരുക്കത്തിൽ എന്താ വെച്ചാൽ എപ്പോഴും ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞുള്ള വർഷമായിരിക്കും ഈ അസസ്മെൻറ്റ് ഇയർ. ബിക്കോസ് ഈ അസസ്മെൻറ്റ് നടക്കുന്നത്, ടാക്സേഷൻ നടക്കുന്നത് ഈ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞുള്ള വർഷമാണ്. ഓക്കെ, ഈ എന്നായിരിക്കും ഈ ഒരു ഫുൾ ബജറ്റ് പ്രസൻറ്റ് ചെയ്യുന്നത്? അത് ഞാൻ സംസാരിച്ചതുപോലെ ഈ പുതിയ ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ ഗവൺമെൻറ് അധികാരത്തിലേക്കുമ്പോൾ ആ ഗവൺമെൻറ് ആയിരിക്കും ഫൈനലായിട്ടൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അവർ ഇപ്പം ഇതുവരെ ഉണ്ടായിരുന്ന ബജറ്റിൻ്റെ കാര്യങ്ങളും ചിലപ്പം മാറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞങ്ങൾ ഈ പുതിയ ബജറ്റ്, അതായത് ഫൈനൽ ബജറ്റ് അവതരിക്കുമ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.